മോളെ. മോളോ? ആരാ? മനസ്സിലായില്ലല്ലോ. മോളെ അസ്മാബി, എന്റെ ഉപ്പടി. ഞാന് എന്റെ ഉപ്പ മരിച്ചു പോയതാ. എന്റെ കയ്യിൽ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ട്. മോളെ അസ്മാബി എത്തിയും കുട്ടിയാ. ജീവിച്ചിരിക്കണ ഉപ്പാന്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് കയ്യിലുള്ള എത്തിയും. ആ, ഇന്ത്യയിൽ ഇരിക്കട്ടെ. ഏതെങ്കിലും സർക്കാരിന് എത്തിയും കുട്ടികൾക്ക് സംവരണം നൽകാൻ തോന്നിയാ എനിക്കത് ഉപകരിക്കും. ഞാൻ നന്നായി സൂക്ഷിച്ചേച്ചിക്കണേ. ഉമ്മ, സൂറ ഇന്നലെ രാത്രി ആ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഒപ്പം ഒളിച്ചോടിപ്പോയി. കെട്ടിയ പെണ്ണിന്റെ താളത്തിനൊത്തു തുള്ളി ഒടുവിൽ നാണം കെട്ടു വന്നവനെ ഇറങ്ങിപ്പോടാ. സ്വന്തം മോളെ എത്തിയും കാനയിൽ ചേർക്കാൻ മരിച്ചു എന്ന് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയ ലോകത്തിലെ ആദ്യത്തെ വൃത്തികെട്ട പാപ്പ നീ ആയിരിക്കും. പോ, അന്തസ് കെട്ട് ജീവിക്കുന്നവർക്ക് അങ്ങാടി തരുവാ നല്ലത്. പോകട്ട് ചെന്ന് അലഞ്ഞ് നടന്ന് നടന്ന് ചെയ്ത പാപങ്ങൾ മുഴുവൻ അനുഭവിച്ചു തീർക്ക്. അന്നിഞ്ഞ് എനിക്ക് കാണണ്ട. പോടാ. നന്നായി, ഞാനതെന്നേ കൊടുക്കേണ്ടതായിരുന്നു. മക്കളെ തല്ല അതിന് ഉച്ച പിണങ്ങും. ഇപ്പൊ എന്റെ കൈ കൊണ്ട് തന്നെ കൊടുത്തല്ലോ. ഒരാഴ്ച ആയിടോ. നീ എന്താ അങ്ങോട്ടൊന്നും വരാത്തത്? ഒഴിവ് കിട്ടണ്ടേ? അല്ല, നാസർ ഭാര്യയെ മൊഴി ചൊല്ലാൻ പോവാന്ന് കേട്ട് നേരാണോ? നിനക്കെന്താ റഹീമേ, നമ്മൾ ആണുങ്ങൾക്ക് തട്ടിക്കളിക്കാനുള്ള കെട്ടുബന്ധമൊന്നുമല്ലോ പെണ്ണ്. ഒന്നോ രണ്ടോ പറയുമ്പോഴേക്കും മൊഴിയല്ലാൻ പിന്നെ നാട്ടിൽ അവൻ മാത്രം മതിയല്ലോ. അല്ല റഹീംക, കല്യാണക്കാർക്ക് എവിടം വരെയായി? ഒന്നും പറയണ്ട. ഒരു മാസത്തിന്റെ ഇടയ്ക്ക് 10-40 ആലോചനകൾ വന്ന് എല്ലാം സുന്ദരമായിട്ട് മുടക്കുകയും ചെയ്തു. മുമ്പൊക്കെ ആലോചനകൾ മുടക്കലേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ നടന്നു കഴിഞ്ഞ കല്യാണം ഹലാക്കാക്കാനും ബന്ധങ്ങളിൽ ഉടക്കുണ്ടാക്കാനും ആൾക്കാർ മെനക്കെടുന്നുണ്ട്. അതാണല്ലോ ഇക്ക നമ്മുടെ നാസറിന്റെ കാര്യത്തിൽ സംഭവിച്ചത്. നേരാ, അവരുടെ കല്യാണം ഉണ്ടാക്കിയത് മൂസാക്കിയാണല്ലോ. അത് കുളമാക്കാൻ എതിർ പാർട്ടി വെച്ച കെണിയത് എന്നുള്ളത് നാട്ടിലൊക്കെ പാട്ടാ. മനസ്സിലായില്ല, നീ എന്താ പറഞ്ഞിരുന്നു? പറയാനൊന്നുമില്ലടോ യൂസഫേ. മൂസയ്ക്കും ചേനക്കുയ്യനും ഭയങ്കര ശത്രുതയിലാ. കോഴി തിന്നിട് കാക്കയെ കണ്ടൂടാ, കാക്ക തിന്നിട് കോഴിക്ക് കണ്ടൂടാ എന്ന് പറഞ്ഞ കോലത്തിലാണ് ഓല്. അപ്പൊ മൂസാക്ക കൊണ്ടുവന്ന ആലോചന ആയതുകൊണ്ട് അബ്ദുള്ളക്ക പാര പണിതുന്നാണോ റഹീംക? പിന്നല്ലാതെ, അത് തന്നെയാണ് അതിന്റെ സത്യം. കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിലേ ആ ചേനകുയ്യന്റെ അസിസ്റ്റന്റ് മൊയ്തൂനെ കണ്ട് 50-100 കൊടുത്താൽ മതി. കാര്യങ്ങൾ അവൻ മണി മണി പോലെ പറയും. ഞാനെല്ലാം പറയാ. എല്ലാ ആലിക്കുഞ്ഞാജിന്റെ ബുദ്ധിയാ. കല്യാണ പരസ്യം വന്ന പത്രത്തിൽ നിന്ന് അഡ്രസ്സും ഫോൺ നമ്പറും കിട്ടിയത്. ആസനാജിന്റെ മോള് നദീറ പച്ച പാവാ. വെടക്കാക്കാൻ നോക്കി തനിക്കാക്കാൻ ശ്രമിച്ചത് ഞങ്ങളാ. അച്ചായന്റെ മോൻ ബെന്നി എഴുതുന്ന മാതിരി തോന്നിയാസക്കത്ത് എഴുതിയത് ആലിക്കുഞ്ഞാജിന്റെ ബുദ്ധിയാ. നാളെ മോളെ കല്യാണ, അതിന്റെ ഒരുക്കത്തിലയാള്. ആലോചന കൊണ്ടുവന്നത് ഞാനാ. എന്നിട്ടും ആ പക എനിക്കൊരു കാലണ തന്നിട്ടില്ല. അസ്സലാമലൈക്കും. വലൈക്കും സലാം. ഞങ്ങൾക്ക് ഈ കല്യാണത്തെ കുറിച്ച് ഒന്നുകൂടി ആലോചിക്കേണ്ടതുണ്ട്. കുറച്ചുകൂടി സമയം വേണം. നിങ്ങൾ എന്താണ് ഈ പറയണത്? ഞാൻ വേണേ നിങ്ങളെ കാല് പിടിക്കാം. എന്നാലും ഇപ്പം വെച്ച് നിങ്ങൾ ഈ കല്യാണത്തിന് പിന്മാറില്ല. ആലിക്കുഞ്ഞെ, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എന്റെ മോന് നിങ്ങളെ മോളെ വേണ്ട. അല്ലടാ മോനെ? അതോപ്പാ, അങ്ങനെ പറയല്ലേ സലാമാജി. മണ്ഡപത്തിൽ ഇപ്പൊ എന്റെ മോളെ മൈലാഞ്ചി കല്യാണം തുടങ്ങിയിട്ടുണ്ടാവും. നാളെ വിളമ്പാനുള്ള ബിരിയാണി വരെ അടുപ്പുമ്പ് കയറി. ഈ അവസാന നിമിഷത്തിൽ നിങ്ങൾ എന്റെ മോളെ വേണ്ടാന്ന് പറഞ്ഞാലും പടച്ചോനെ, എന്റെ മോള് ചങ്ക് പൊട്ടി മരിച്ചു. അതിശയമാണല്ലോ ആലിക്കുഞ്ഞിക്ക. നിങ്ങളെ ഈ പുഴുത്ത നാവ് വളച്ച് കുറെ നിർദോഷികളായ പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും ജീവിതം കൊളാക്കിയിട്ടുണ്ട്. ഒരു തെറ്റും ചെയ്യാതെ സൃഷ്ടിക്കപ്പെട്ട ആ പാവങ്ങളും ചങ്ക് പൊട്ടി മരിച്ചു കാണുമല്ലോ, അല്ലേ? നിങ്ങളടക്കമുള്ള കല്യാണ മുടക്കികൾ ഒരു രസത്തിന് ചെയ്തു കൂട്ടിയ തോന്നിവാസം കാരണം ജീവിതം അലങ്കോലമായവർ നിരവധിയാണ്. അവരുടെയൊക്കെ കരച്ചിൽ കേട്ടപ്പോ നിങ്ങളെപ്പോലുള്ള രാക്ഷസ ജന്മങ്ങൾ കേട്ടാ ത്രസിച്ചില്ലേ? ഇപ്പോ സ്വന്തം മോളുടെ ജീവിതം തുലാസിലിട്ട് തൂങ്ങാൻ തുടങ്ങിയപ്പോ നെഞ്ച് പെടക്കുന്നുണ്ടല്ലേ? ആലിക്കുഞ്ഞെ, ഈ നിൽക്കുന്ന ആളെ ഈ അറിയോ? ഇയാളുടെ അനുജൻ നാസറിന്റെയും അവന്റെ ആ പാവം പിടിച്ച പെണ്ണ് നദീറിന്റെയും ജീവിതം ഇയും കൂട്ടാളികളും ചേർന്ന് തകർത്ത് തരിപ്പണമാക്കിയിരുന്നില്ലേ? ഞാനുപ്പയും ജിദ്ദയിൽ യൂസുഫാന്റെ കൂടെ ജോലി ചെയ്യുന്നത്. മൂപ്പര് പറയാതെ നിങ്ങളെ മോളെ ഞാൻ കെട്ടൂല. റസിയാൻ എനിക്ക് വേണ്ട. എന്താ അയ്യോ എന്റെ കൂട്ടുകാരൻ ചെയ്തതെന്ന് പറയേണ്ടവരോട് വന്ന് പറയും.
ആദ്യം അത് നടക്കട്ടെ, എന്നിട്ട് ആലോചിക്ക നാളത്തെ ബിരിയാണി തിന്നണോ അല്ലെങ്കിൽ കുയ്ച്ചു കുത്തി കുഴിച്ചിടണോ. ഇയാളെപ്പോലുള്ള പിശാചുക്കൾ അനവധിയുണ്ട് ഈ നാട്ടിൽ. അവർക്കൊക്കെ ഈ അനുഭവം ഒരു പാഠമാകട്ടെ സലാംക്ക. എന്നോട് പൊറുക്കണം സലാമാജി. എവിടെ വേണമെങ്കിലും ഞാൻ വരാം, ആരെ കാല് വേണമെങ്കിലും ഞാൻ പിടിക്കാം. ഒരു പെൺകുട്ടീന്റെ ജീവിതല്ലേ, അത് കൊളാക്കരുത്. ഞാനല്ലേ തെറ്റ് ചെയ്തിട്ടുള്ളൂ. എന്റെ മോളെന്ത് പിഴച്ച്? ഓളൊരു പാവാണ് മക്കളെ. സലാമാജി ഒന്ന് പറയും. എന്നാ പിന്നെ നടക്ക്. ഇതാണ് ഉണ്ടായത്. അല്ലാണ്ട് ആ പെൺകുട്ടി ഒരു തെറ്റും ചെയ്തിട്ടില്ല. അറിവില്ലായ്മ കൊണ്ട് ഇയാളും ഞാനും ഒരുപാട് വിവരക്കേടുകൾ കാണിച്ചിട്ടുണ്ട്. ഒരുപാട് കല്യാണം ഞങ്ങൾ മുടക്കിയിട്ടുണ്ട്. ഇനി അങ്ങനെ ഒന്നും ചെയ്യൂല. ഒരു കല്യാണവും ഞങ്ങൾ മുടക്കൂല. ഇതൊന്നും നിങ്ങൾ മനസ്സിൽ വെക്കരുത് കേട്ടോ കൂട്ടരെ. കേട്ടല്ലോ, കാള പെറ്റൂന്ന് കേൾക്കുമ്പോൾക്ക് കയറിടുക്കല്ല വേണ്ടത്. എന്താ ഏതാ ഒന്ന് ആലോചിക്കുക. അതിനാ പടച്ചോ നമുക്ക് ബുദ്ധി തന്നത്. വിവാഹവും ജീവിതവും ഒന്നും കുട്ടിക്കളിയല്ല, മനസ്സിലായോ? ഉപ്പ പൊറുക്കണം. വല്ലാത്തൊരു തെറ്റാ ഞാൻ ചെയ്തത്. പൊറുക്കണം. പൊറുക്കലിനെ തേടേണ്ടത് എന്നോടല്ല, പടച്ചോനോടാ. ഓനോട് പറ. അള്ളാഹു അനുവദിച്ചു തന്നിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വെറുക്കപ്പെട്ടതാ തലാക്ക്. നിർബന്ധ സാഹചര്യത്തിൽ മാത്രമേ അത് ചെയ്യാവൂ. എന്നാ തന്നെ മുത്തലാക്ക് അനുവദിച്ചിരിക്കുന്നത് ഒറ്റ മൂച്ചിന് 3 തലാക്കും ചൊല്ലി പിരിഞ്ഞ് വേറെ പെണ്ണന്വേഷിച്ച് പോകാനല്ല. ഒന്ന് ചൊല്ലി കുറച്ചു കാലം കാത്തു നോക്കുക. തെറ്റുകൾ തിരുത്തിയേക്കാം. 2 പേരുടെയും മനസ്സ് മാറിയേക്കാം. നമ്മുടെ ഇടയിൽ സംഭവിച്ചതുപോലെ തെറ്റിദ്ധാരണ മൂലമായിരിക്കാം. അങ്ങനെയെങ്കിൽ തിരുത്തി മുന്നോട്ട് പോകാൻ ശ്രമിക്കണം. 6 മാസമോ 1 കൊല്ലമോ കാത്തിട്ട് വീണ്ടും ആവർത്തിക്കുകയാണെങ്കിൽ രണ്ടാമത്തതും ചൊല്ല. തീരെ യോജിച്ചു പോകൂലെങ്കിൽ 3ാമത്തതും ചൊല്ലി പിരിയ. അനുവദിക്കപ്പെട്ട സംഗതിയാണെങ്കിലും തലാക്ക് ചെല്ലുന്നവനെ അള്ളാഹു വെറുക്കും. അത് മറക്കരുത്. വിവാഹത്തിന്റെ പേരിലുള്ള ധൂർത്തും ആർഭാടും ഒഴിവാക്കണം. എന്തിനാ ഒരു നാട്ടിലൊരു മൂലയിൽ നടക്കുന്ന വിവാഹം 10,000 ലക്ഷങ്ങളും മുടക്കി പത്രത്തിൽ കൊടുക്കുന്നത്? ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും അറിയിക്കാനാണെങ്കിൽ ക്ഷണക്കത്ത് പോരെ? പത്രത്തിൽ കൊടുത്താൽ തന്നെ വരന്റെയും വധുവിന്റെയും ഫോട്ടോ മാത്രം കൊടുത്താ പോരെ? നാളും ജാതകവും വീട്ടുപേരും മൊബൈൽ ഫോൺ നമ്പറും ഒക്കെ എന്തിനാ മാലോകരെ അറിയിക്കുന്നത്? അത് നേരാ. അതുകൊണ്ടാണ് ഈ അനർത്ഥം മുഴുവൻ ചെയ്യാൻ ഇവരെ പോലുള്ളവർക്ക് എളുപ്പമായത്. എനിക്കതല്ല സങ്കടം. ഞാൻ അന്നാമയെ മിന്നി കെട്ടിക്കൊടുന്ന കാലം മുതൽ അന്നാമ്മ മാറാരോഗ്യ. അന്നാമ ഇതുവരെ പ്രസവിച്ചിട്ടില്ല. എന്നിട്ട് ഞങ്ങൾക്കൊരു മോനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആ പെങ്കൊച്ചിന്റെ ജീവിതം കൊളവാക്കാൻ നോക്കിയതേ ഈ ശാവികളെ. ഹാജിക്ക, ക്ഷോഭം കാണുമല്ലോ നിങ്ങൾക്ക്. ആലിക്കുഞ്ഞിന്റെ കരണത്തിട്ടൊന്ന് പൊട്ടിച്ചു കൊടുക്കി. വേണ്ട മോനെ. ഇന്നല്ലാഹ മഅസ് സാബിരീൻ. ക്ഷമിക്കുന്നവരുടെ കൂടെയാണ് അല്ലാഹു. ചെന്ന് ഉമ്മാന്റെ കുട്ടിയെ കൂട്ടിക്കൊടുന്ന് കൊടുക്കടാ നാസറേ. അൽഹംദുലില്ലാ. കള്ളന്മാരെ ഹമക്കുകള് ആൾക്കാരെ പൈസ മുഴുവൻ എന്റെ പൈസ മുഴുവൻ എവിടെയാണ് ചങ്ങായി വെച്ചേ? എനിക്ക് പറ്റിക്കല് നടത്തില്ലടാ. ഈ കോലം കെട്ടിയിട്ട് മനസ്സിനെ പറ്റിക്കാൻ നടക്കണം. ഹമുക്ക് അന്നെപ്പോലെ
ഈ നാട്ടിൽ നിന്ന് ആദ്യം അടിച്ചു തരത്തണ്ടി കേട്ടാ. ആചാരം തീരാനാചോ മുക്കുകളെ ഉളുപ്പില്ലല്ലോ നാടിനെ പറയിപ്പിക്കാൻ. ചരണിയിൽ ചന്തയിൽ കന്നാള നിർത്തിയിട്ടമാതിരി നിർത്തിയിട്ടാണ് നമ്മളെ ജീവിതം മുടക്കിയ മുക്കുകളാ. യൂസഫ് ഖാ മതി, ഇങ്ങോട്ട് പോരി. ഒന്നോർക്കണം, തമാശയായി നിങ്ങൾ പറയുന്നൊരു അഭിപ്രായം തകർത്തു കളയുന്നത് ഒരു പാവം പെൺകുട്ടിയുടെ ജീവിതമായിരിക്കാം, അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരന്റെ ഭാവി തന്നെയായിരിക്കാം. ഒരു രസത്തിന് അഭിപ്രായം തട്ടിവിടും മുൻപ് നല്ല പോലെ ആലോചിക്കുക. അതുപോലെ ഒരു വിവാഹാന്വേഷണത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ കേൾക്കുന്ന അഭിപ്രായം ശരിയോ തെറ്റോ എന്നുകൂടി ചിന്തിക്കുക. ഒപ്പം അഭിപ്രായം പറയുന്ന ആളിന്റെ ചുറ്റുപാടുകൾ കൂടി ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അഭിപ്രായം പറയുന്ന ആളെക്കുറിച്ചും അന്വേഷിക്കണമെന്നർത്ഥം. വിവാഹം സ്വർഗത്തിൽ വെച്ചല്ല, ഭൂമിയിൽ വെച്ച് നടക്കേണ്ട ഒരു സൽക്കർമ്മമാണ്. രണ്ട് ആത്മാവുകളെ ഒന്നാക്കി ഇണക്കി ചേർക്കുന്ന ദിവ്യകർമ്മം. അതിന്റെ നല്ല സാക്ഷികളാകുവാൻ നാം ഓരോരുത്തരും പരിശ്രമിച്ചാൽ ഇത്രമാത്രം പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും കണ്ണുനീർ ഭൂമിയിൽ വീഴാതെ നോക്കാനാവും. കല്യാണം മുടക്കൽ 101-ാം ദിവസം.